ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. കെ സൗജത്തിന്റെ മൂന്നാമത്തെ നോവലായ ആഴി പ്രകാശനം ചെയ്തു. കരുളായിൽ നടന്ന ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായ അജിത്രി ബാബു ഉദ്ഘാടനം ചെയ്തു. ചെയ്യുന്ന രണ്ടാമത്തെ പ്രകാശനമാണ് കുഞ്ഞു മുഹമ്മദ് സാറിന്റെ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുകയും ഷിഫ സാറെ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ഒരുപാട് എന്താ പറയുക, ഞാനൊരു കമ്പിതാവസ്ഥയിലാണെന്നൊക്കെ പറയാം. വേറെ മീനിങ് ഒന്നും എടുക്കണ്ട, എങ്കിൽ കൂടി ഒരു വൈബ്രേഷൻ ജസ്റ്റ്. കുരുത്തോലക്കിളിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കുരുത്തോല കൊണ്ടു ഞാൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി, അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വെച്ചു, അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു. അജിത്രി ബാബു എഴുത്തുകാരൻ ഷിഫാസ് അക്തറിന് പുസ്തകം കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. വാസ്കോ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രകാശന ചടങ്ങ് നടത്തിയത്. 5ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള കെ സൗജത്തിന്റെ മൂന്നാമത്തെ നോവലാണ് ആഴി. ഏറനാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ തീക്ഷ്ണമായ അനുഭവങ്ങളെ സൗജിത്ത് നോവലിലൂടെ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കവിയും എഴുത്തുകാരനുമായ NN സുരേന്ദ്രന്റെ ബോധി ബുക്സാണ് പ്രസാധകർ. വാസ്കോ ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷനായി. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടോടൻ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം ഷുഹൈബ് മൈലമ്പാറക്ക് നൽകി നിർവഹിച്ചു. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ മുഹാജിർ കരുളായി പുസ്തകം പരിചയപ്പെടുത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം CP മുഹമ്മദ് കുട്ടി, NN സുരേന്ദ്രൻ, J രാധാകൃഷ്ണൻ, കുഞ്ഞു മുഹമ്മദ് അഞ്ചുചവടി, UBK ചന്ദ്രശേഖരൻ, ഷറഫുദ്ദീൻ, മുജീബ് റഹ്മാൻ കരുളായി, UP പ്രദീപ്, സുധീർ വെങ്കട്ട, ഷീബ പൂഴിക്കുത്ത്, KRC നിലമ്പൂർ, വിലാസിനിയമ്മ, ബാപ്പു ചോളമുണ്ട, KP അബ്ദുറഹിമാൻ, KP നസീർ തുടങ്ങിയവരും വിവിധ വായനശാല ഭാരവാഹികളും സംബന്ധിച്ചു. കെ സൗജത്ത് മറുപടി പ്രസംഗം നടത്തി. ജിനേഷ് മാധവ് സ്വാഗതവും സിറാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുളായി.